ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ +1 സെറ്റ്സ് എന്ന ചാപ്റ്ററാണ് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു സെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ എങ്ങനെയാണ് നമ്മൾ സെറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. അത് നമ്മൾ റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലേ. പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. ഇനി നമുക്കതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം. ഈ റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും എല്ലാം ഉൾപ്പെടുന്ന കുറച്ച് പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലത്തിൽ നമുക്ക് തുടങ്ങാം. ഇവിടെ നോക്കിക്കുക കുട്ടികളെ, ലിസ്റ്റ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. അത് തന്നിരിക്കുന്നതാണ്. സെറ്റ് എ ഈസ് ഈക്വൽ ടു set x such that x is an odd natural number. x എന്ന odd natural number. നമുക്കറിയാം എന്തൊക്കെ odd natural number? 1, 3, 5, 7, etc. That's odd natural numbers അല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം. എങ്ങനെയാണ്? that is a is equal to set എന്താ നമുക്ക് x such that x is an odd natural number. അത് ഏതാണ് നമ്മൾ എഴുതിയാൽ മതി. എന്തായിരിക്കും? 1, 3, 5, 7, etc. എന്താ വളരെ സിമ്പിളാണ്. ഓഡ് നാച്ചുറൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് ചിലപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാം. കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എഴുതാൻ സാധിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. അപ്പം ശ്രദ്ധിക്കുക, ഇൻറ്റിജർ ദറ്റ് ഈസ് -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. അതായത് -1/2നും 9/2നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സിൻ്റെ ഒരു സെറ്റ്. എന്താണ്? ബി ഈക്വൽ ടു ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബി ഈസ് ഈക്വൽ ടു ഏതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാമോ? എന്തായാലും -1/2നും 9/2നും 9/2 4.5 -1/2 -0.5. അപ്പോൾ അതിനിടയിൽ എന്തായിരിക്കും? ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ എന്ത് വരും? ദറ്റ് ഈസ് 0 ആദ്യത്തെ വരും അല്ലേ. കാരണം -1/2 കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇൻറ്റിജർ 0. അപ്പോൾ എന്ത് വരും? അതിനുശേഷം 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. ഇനി 5 വരുമോ? കാരണം 9/2ന് താഴെയെന്ന് പറഞ്ഞാൽ 9/2ന് നമ്മൾ 4.5 ആണ്. അപ്പോൾ അതിന് താഴെയുള്ള ഇൻറ്റിജറാണ്. അപ്പോൾ ഏതാണ്? 4 വരെ വരാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ വരാം? ഇത് നോക്കിക്കുക കുട്ടികളെ. അതായത് ബി ഈക്വൽ ടു 0, 1, 2, 3, 4. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻറ്റിജർ. ദെൻ അവിടെ കണ്ടീഷൻ ഉണ്ട് x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇൻറ്റിജേഴ്സ് ആയിരിക്കണം, പക്ഷേ അതിൻ്റെ സ്ക്വയർ x² എന്ന് പറഞ്ഞാൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 4നേക്കാൾ കൂടുതലാവാൻ പാടില്ല, ഈക്വൽ ടു 4 വരാം. അപ്പോൾ ഏതൊക്കെ വരാം നമുക്ക് നോക്കിക്കേ. നമ്മൾ ഉദാഹരണത്തിന് ഞാൻ -2 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. അപ്പോൾ -2 സ്ക്വയർ അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 4. -1 സ്ക്വയർ ദാറ്റ് ഈസ് ലെസ് ദാൻ 4 1 ആണ് അല്ലേ. ദെൻ 0 സ്ക്വയർ ദാറ്റ് ഈസ് ലെസ് ദാൻ 4 ആണ്. ഇനി 1 ആയിട്ട് കൊടുക്കുന്ന എക്സിന് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ 4. ദെൻ 2 ഇട്ട് കൊടുക്കുന്ന 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ഏതൊക്കെ വരാം? -2 വരാം. ഇൻറ്റിജേഴ്സ് ആണ്, ശ്രദ്ധിക്കണേ. -2 വരാം, -1 വരാം, 0 വരാം, 1 വരാം, 2 വരാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് സി ഈക്വൽ ടു സെറ്റ് -2, -1, 0, 1, 2. കണ്ടോ? ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് എക്സ് സച്ച് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. കണ്ടീഷൻ്റെ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ക്വയർ എടുക്കുന്നത് 4 അതിൽ താഴെ വരണം, ഇൻറ്റിജേഴ്സും ആയിരിക്കണം. നമുക്ക് വരാവുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? -2, -1, 0, 1, 2. ക്ലിയർ ആണോ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലുള്ളൂ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. അപ്പം ശ്രദ്ധിച്ചേ, ദ വേർഡ് ലോയൽ. അപ്പോൾ ഏതൊക്കെ വരാം ലെറ്റേഴ്സ്? എൽ വരാം, 0, Y, A, വീണ്ടും എല്ലുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു സെറ്റ്സ് നമ്മൾ എഴുതുമ്പോൾ ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ എല്ലാം നമുക്ക് ഒരു പ്രാവശ്യം ഇവിടെ എഴുതിയാൽ മതി. നമുക്ക് എന്തായിരിക്കും എൻ്റെ ആൻസർ? ഡി ഈക്വൽ ടു സെറ്റ് L, O, Y, A.
വീണ്ടും എൽ എഴുതരുത്, കാരണം ഒരു പ്രാവശ്യം ഓൾറെഡി നമ്മൾ എൽ എഴുതിയിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പ്രോബ്ലം നോക്കാം. E is equal to set x such that x is a month of a year not having 31 days. 31 ദിവസം ഇല്ലാത്ത മാസങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങൾ ഉദ്ദേശിക്കും കേട്ടോ. അത് ഏതൊക്കെയാണ് നോക്കിക്കേ. ഈക്വൽ ടു ഒന്ന് ഫെബ്രുവരി നമുക്കറിയാം, ഒന്നിൽ 28 അല്ലെങ്കിൽ 29 വരും. പിന്നെ ഏപ്രിൽ മാസം 30 ദിവസമുള്ളൂ. ജൂണിൽ 30 ദിവസവും, സെപ്റ്റംബറിൽ 30 ദിവസവും, നവംബറിൽ 30. മറ്റേത് മാസം എടുത്താലും നമുക്ക് 31 ദിവസം വരും. അതായത് പറഞ്ഞ എക്സ് സച്ച് എക്സ് ഈസ് എ മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിങ് 31 ഡേയ്സ് ഇല്ലാത്തത്. അത് വരുന്നത് ഇതൊക്കെയാണ്. എന്തെന്നാ? ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. ഇവിടെ നമുക്ക് ഫെബ്രുവരി മാത്രം നമുക്ക് 30 ദിവസവും കൂടി ഇല്ല, 28 അല്ലെങ്കിൽ 29 ആയിരിക്കും. അതേസമയം ഏപ്രിലും ജൂണും സെപ്റ്റംബർ 7 ആകുമ്പോൾ 30 ഡേയ്സ് ഉണ്ട്. 31 ഡേയ്സ് ഇല്ലാത്ത മാസങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. ഇനി അടുത്ത് നോക്കാം കേട്ടോ, വളരെ രസകരമായിട്ടുള്ള വേറൊരു പ്രോബ്ലം. F is equal to set x such that x is a consonant in the English alphabet which precedes K. അപ്പോൾ നമുക്ക് കേക്കാൾ മുന്നേ ഉള്ളത് കൺസണൻസ് വെച്ചാണ്. അപ്പോൾ വവൽസ് ഒഴിവാക്കണം, വവൽസ് പാടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, കേക്കാൾ മുൻപേ ഉള്ള നമുക്ക് എന്തെഴുതണം? കൺസണൻസ് ഏതൊക്കെയാണ്? വവൽസും കൂടി ഒഴിവാക്കിയിട്ട് എഴുതണം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഒരു സിമ്പിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എഫ് ഫിസിക്കൽ സെറ്റ് ബി അല്ലേ, അതൊരു കൺസണൻ്റ് ആണ്. ദെൻ സി, ഡി, എഫ്, ജി, എച്ച്. അവിടെ നമുക്ക് എ, ഇ, ഐ ഒക്കെ നമുക്ക് അതിനിടയിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വവൽസ് ആയതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. നമ്മൾ ഈ കൺസണൻസ് മാത്രം എഴുതുന്നത്. ഏതൊക്കെയാണ്? ബി, സി, ഡി, എഫ്, ജി, എച്ച്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത് പക്ഷേ കണ്ടീഷൻ പറയാനുണ്ട് കേട്ടോ. പ്രൊസീഡ്സ് കെ എല്ലാം എഴുതാൻ പറയണില്ല അവർ. അപ്പോൾ 26 എന്താണ് ലെറ്റേഴ്സ് ഉണ്ട് നമുക്കറിയാം, പക്ഷെ അതിൽ 5 വവൽസാണ്, അതിൽ ബാക്കി 21 കൺസണൻസ് ആണ്. അപ്പോൾ അതിൽ പക്ഷേ കേക്ക് മുന്നോട്ട് വരുന്ന കൺസണൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അതാണ് ബി, സി, ഡി, എഫ്, ജി, എച്ച്. ക്ലിയർ ആയോ? ദെൻ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് വരാം. വളരെ രസകരമായിട്ടുള്ള വേറൊരു പ്രോബ്ലം നോക്കിക്കേ. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 = 0. ഒരു കോൺടാക്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം അല്ലേ? സോൾവ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ അതിൻ്റെ സെറ്റായിട്ട് എഴുതാത്തേ ഉള്ളൂ. ഇൻ റോസ്റ്റർ ഫോമിൽ എഴുതുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കോ കുട്ടികളെ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 = 0. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 = 0. അത് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. അത് നമുക്ക് വേണമെങ്കിൽ അത് എക്സ് മൈനസ് 1 × എക്സ് പ്ലസ് 2 = 0 എന്ന് എഴുതാം അല്ലേ? ഇതിന് നമുക്ക് വേണമെങ്കിൽ എക്സ് മൈനസ് 1 × എക്സ് പ്ലസ് 2 0. നമുക്കറിയാം ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുന്നത് നമുക്ക് ഇത് കിട്ടും. ഫാക്ടറൈസ് നമ്മൾ പഠിച്ചതിൻ്റെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതായത് എക്സ് × എക്സ് എക്സ് സ്ക്വയർ, എക്സ് × 2 2x വരും, -1 × -x. അപ്പോൾ 2x നിന്ന് -x വരുമ്പോൾ എക്സ് മാത്രം അവിടെ വരും. then -1 × +2 that is -2. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് ഇത് കിട്ടും, അല്ലെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഫാക്ടേഴ്സ് ചെയ്ത് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 = 0 ഓർ എക്സ് പ്ലസ് 2 = 0 എന്ന് എഴുതാം. കാരണം ഒന്നില്ലെങ്കിൽ എക്സ് മൈനസ് 0 അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 = 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ്. ഇവിടെ വേണേൽ ഇംപ്ലൈസ് സിമ്പിൾ ഇടാം, ഇവിടെ നമുക്ക് ഇടാം. ഓക്കെ, കാരണം ഇത് ഇംപ്ലൈസ് എക്സ് മൈനസ് 1 എക്സ് പ്ലസ് 2 = 0. That implies x minus 1 = 0 or x plus 2 = 0. That implies x is equal to 1 or -1 നമുക്ക് ഈക്വൽ ടു റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ അത് +1 ഉണ്ടാവും. ഇവിടെ എക്സ് പ്ലസ് 2 = 0, ദെൻ +2 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ആ 2 നമുക്ക് ഇഫക്റ്റിൽ ശരിക്കും ഇങ്ങനെയാണ്. ആ -2 നമ്മൾ രണ്ട് വശം ആഡ് ചെയ്യുക. ഇവിടെ -2 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2 -2 ദാറ്റ് ഈസ് എക്സ് മാത്രം വരും. ദെൻ 0 + -2 -2 വരും. Then that is x equal to -2. ക്ലിയർ? അപ്പോൾ നമുക്ക് രണ്ട് എക്സിൻ്റെ വാല്യൂസ്, അതെന്താ അവർ പറഞ്ഞാൽ റോസ്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നമുക്ക് ആ സെറ്റ് നമുക്ക് എ എന്ന് വിളിക്കുകയാണെങ്കിൽ എ = സെറ്റ് 1 - 2. കണ്ട, അതാണ് the solution set of the
given equation in roster form is a equal to set 1 minus 2 എന്നൊന്ന് സെറ്റിന് പേര് നമ്മൾ കൊടുത്തു, ഒരു പേര് എന്തെങ്കിലും കൊടുക്കണമല്ലോ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റ് 1 മൈനസ് 2. ക്ലിയർ ആണോ? ഇതിനടുത്ത പ്രവർത്തനം ഇവിടെ നോക്കിയേ കുട്ടികളെ, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ഇൻ എ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എഴുതാം. അപ്പോൾ നമുക്ക് റോസ്റ്റർ ഫോമിൽ നിന്ന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ റോസ്റ്റർ ഫോം ഇതൊക്കെ എഴുതാൻ പഠിച്ചു. തിരിച്ചും മറിച്ചും ചോദിച്ചു ഇനി ഏത് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതുന്ന ഈ പ്രോബ്ലംസ് നമ്മളെല്ലാം ചെയ്ത് നോക്കണം. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ എന്താണ്? എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. അപ്പോൾ എക്സ് ഒരു ഇൻറ്റിജർ ആയിരിക്കണം, പക്ഷേ കണ്ടീഷൻ്റെ കൂടെ എന്താണ്? -3ക്കും 7നും ഇടയിലുള്ളതായിരിക്കണം. അപ്പോൾ -3ക്കും 7 ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഏതൊക്കെയാണ്? ഇപ്പോൾ എ ഈക്വൽ ടു നമുക്കറിയാം, ദാറ്റ് ഈസ് എ സെറ്റ് -2 ഉൾപ്പെടാൻ പാടില്ല. ഈക്വൽ ടു സൈൻ ഉണ്ടായിരുന്നെങ്കിൽ -2 ഉൾപ്പെടുത്തായിരുന്നു. ഇവിടെ ഈക്വൽ ടു ഇല്ല, -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ, അപ്പോൾ 7നേക്കാൾ താഴെയുള്ളതായിരിക്കണം. ഈക്വൽ ടു 7 അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെന്ത് വരും? ദാറ്റ് ഈസ് -2 -1 0 1 2 3 4 5 6 വരെ. ലെസ് ദാൻ 7 ആൻഡ് that is -3 less than x less than 7. അപ്പോൾ അതിന് കൂടുതൽ എന്നത് -2 പോലെ നമുക്ക് എഴുതാം അല്ലേ? -2 -1 0 1 2 3 4 5 6. ഇതാണ് എന്താണ്? എക്സ് ഈസ് എൻ ഇൻറ്റിജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 നമ്മൾ എന്ത് ഫോമിൽ എഴുതിയത്? ഇൻ ദ റോസ്റ്റർ ഫോം. ഓക്കെ, അപ്പോൾ നമ്മൾ പേര് കൊടുക്കണം. റോസ്റ്റർ ഫോമിൽ ഇങ്ങനെ ഇതാണ്. ഇത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോം അത് റോസ്റ്റർ ഫോമിൽ, അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ സെറ്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6നേക്കാൾ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് അല്ല, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ ബി ഈക്വൽ ടു നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് തുടങ്ങുന്ന 1ൽ നിന്ന് തുടങ്ങണം അല്ലേ? ഇപ്പോൾ 1 2 3 4 5 6 വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ലെസ് ദാൻ 6 എന്ന് പറയുന്നത്. ലെസ് ദാൻ 6 അതിനേക്കാൾ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1 2 3 4 5. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത പ്രവർത്തനം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതെന്താണ്? റോസ്റ്റർ ഫോമിൽ എഴുതി, ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക. അതും കൂടി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നോക്കിക്കേ, ഇത് തന്നിരിക്കുന്ന 3 6 9 12 ഇതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? അപ്പോൾ നോക്കിക്കേ, 1 × 3 ദാറ്റ് ഈസ് 3, 2 × 3 ദാറ്റ് ഈസ് 6, 3 × 3 9, 3 × 4 12. കണ്ട? അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് 3n ഫോമാണ്. 3 × n, where n is a natural number conditioned which is less than 5 എന്ന് എഴുതാം. കാരണം 3 × 5 15 വരും. ഇവിടെ നമുക്ക് 12 വരെ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് സച്ച് ദാറ്റ് എന്തിൽ എഴുതേണ്ടത് നോക്കുക? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു ദെൻ എ എന്നത് വേണ്ട സെറ്റ് എ ഇസ് ഈക്വൽ ടു ഒരു പേര് കൊടുക്കുക. എ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് എക്സ് ഈക്വൽ ടു 3n. എന്താ? 3യുടെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം. 3n where n is a natural number less than 5. നോക്കി, n എന്ന് പറയുന്ന 5നേക്കാൾ കുറവുള്ള ഏതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് 5നേക്കാൾ കുറവുള്ള? ദാറ്റ് ഈസ് 1 2 3 4 അല്ലേ? അപ്പോൾ നമുക്ക് 3 × 1 ദാറ്റ് ഈസ് 3, 3 × 2 ദാറ്റ് ഈസ് 6, 3 × 3 9, 3 × 4 12. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ തിരിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഇങ്ങനെ തന്നിട്ട് അവർ പറയും ഇതുപോലെ നമുക്ക് ദെൻ റോസ്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ നമ്മൾ നേരെ തിരിച്ച് എഴുതും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, അവർ തന്നിങ്ങനെ 2 4 6 എക്സെട്രാ. 2 4 6 നമുക്കറിയാം 2 4 6 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സെട്രാ ദാറ്റ് ഈസ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഈവൻ നാച്ചുറൽ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് അപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. So then answer is going to be equal to set x such as x is an even natural number. കാരണം നമുക്കറിയാം 2 4 6 അടുത്തെന്തായിരിക്കും 8 പിന്നെ 10 12 എക്സെട്രാ അങ്ങനെ പോകും.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. വേറെ പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല, ഈവൻ നാച്ചുറൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ നമ്മളൊന്ന് ജസ്റ്റ് പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി അടുത്തുള്ള പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.